കഴിഞ്ഞ ആഴ്ചയിലാണ് പാകിസ്ഥാനെ ചാക്കിലാക്കിക്കൊണ്ട് ട്രംപ് നോബൽ സമ്മാനത്തിനുള്ള നാമനിർദ്ദേശം കൊടുപ്പിച്ചത്. പൊതുവെ ട്രംപിനെ കുറിച്ച് പറയാറുള്ളത് ലോകത്ത് മുഴുവൻ സമാധാനം എത്തിക്കുന്നത് താനാണ് എന്നാണ്. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ താൻ ഒരാൾ കാരണം മാത്രമാണ് യുദ്ധം ഇത്ര പെട്ടെന്ന് തന്നെ അവസാനിച്ചത് എന്നൊക്കെ അദ്ദേഹം തള്ളിമറിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ അവസാന വാക്ക് ട്രംപിൻ്റെതായിരുന്നു. ഈ അവസരത്തിലാണ് ഗാസയിലെ യുദ്ധവും താൻ നിർത്തുമെന്ന് വീമ്പ് പറഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും മുന്നോട്ട് വരുന്നത്. ഗാസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ളത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗാസയെ പറ്റിയുള്ള ട്രംപിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചു വരികയാണെന്ന് ട്രംപ് പറയുകയുണ്ടായി. ഏതാണ്ട് 21 മാസത്തിലധികമായി മേഖല സംഘർഷഭരിതമാണ്. ഗാസയിൽ പുരോഗതി കൈവരിക്കുന്നുണ്ട്. നല്ല വാർത്ത ലഭിക്കുമെന്നാണ് കരുതുന്നത്. വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിന്റെ വളരെ അടുത്താണ് ഗാസയെന്നാണ് എൻ്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് എന്നാണ് ട്രംപ് പറയുന്നത്. വെടിനിർത്തലിനുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് ഖത്തർ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ഇതിനായി ചർച്ചകൾ ഊർജിതമാക്കിയതായി അടുത്ത ദിവസം ഹമാസും പ്രതികരിക്കുകയുണ്ടായി. അതിനിടെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ കവചിത വാഹനം സ്ഫോടനത്തിൽ തകർന്ന് 7 സൈനികർ കൊല്ലപ്പെടുകയുണ്ടായി. വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമാധാന ദൂതനായി വിലസുമ്പോൾ തന്നെ ഉള്ളിലെ വിഷം അറിയാതെ പുറത്തു വരുമെന്നത് മറ്റൊരു കാര്യം. ഇറാൻ വീണ്ടും ആണവ പദ്ധതി ആരംഭിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തുമെന്ന് തറപ്പിച്ചു പറഞ്ഞ ട്രംപിനെയും നമുക്കിതിനിടയിൽ കാണാമെന്നതാണ് മറ്റൊരു കാര്യം. ഇറാൻ യുറേനിയം സമ്പുഷ്ടമാക്കിയാൽ US വീണ്ടും ടെഹ്റാനെ ആക്രമിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യമാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്ന് ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. US ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും 400 കിലോഗ്രാം യുറേനിയം നീക്കം ചെയ്തതായി അവകാശപ്പെടുന്ന വാർത്തകൾ വ്യാജ വാർത്തയാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അമേരിക്കയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിപ്പോർട്ടുകൾ മാത്രമാണിത്. ഇറാനെതിരെ US നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പതിറ്റാണ്ടുകളോളം പുറകോട്ടടിച്ചു എന്ന് US പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ട്രംപിന്റെ പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാവാനുള്ള പ്രധാന കാരണക്കാരൻ ട്രംപ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ട്രംപ് തന്നെ യുദ്ധമുണ്ടാക്കി അവസാനം പുള്ളിക്കാരൻ തന്നെ അതെല്ലാം കോംപ്രമൈസുമാക്കി. കഴിഞ്ഞ ദിവസം ചൈനയും ഇറാനും തമ്മിലുള്ള വ്യാപാരം റീസ്റ്റാർട്ട് ചെയ്ത ട്രംപിനെയും നമ്മൾ കാണുകയുണ്ടായി. ചൈനയോട് ഇറാനുമായി യാതൊരു തരത്തിലുമുള്ള ഇടപാടും വേണ്ട എന്ന് പറഞ്ഞ ആൾ തന്നെ അത് വീണ്ടും തുടങ്ങിക്കോളാൻ പറയുന്നു. എന്തൊരു വിരോധാഭാസമാണിത് എന്ന് നോക്കണേ. ഇതെല്ലാം നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്.